സ്ത്രീയുടെ ശരീരത്തിൽ സോറിയാസിസ് വന്ന് പഴുത്ത് പുഴുത്ത് പുഴു അരിച്ചിരിക്കുന്ന ചിത്രമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിനി ജോണി എന്ന് പറയുന്ന പെരുമ്പാവൂരുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ 12 വർഷമായി സോറിയാസിസ് വന്ന് ദേഹം മുഴുവൻ പഴുത്ത് പുഴുത്ത് പുഴു അരിച്ച് ഇരിക്കുകയാണ്. ഈ സംഭവം നടന്നിട്ട് 1-2 ആഴ്ചയായിട്ടുള്ളൂ. ഈ പെൺകുട്ടി ഈ കൈയുമായി ഈ ദേഹവുമായി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് 1-2-3 ആഴ്ചയേ ആയിട്ടുള്ളൂ. നിങ്ങൾ കണ്ട കൈ ഒന്ന് കാണുക. കുറച്ചുകൂടെ ഞാൻ മാറി. താങ്ക് യു ഗോഡ്. എൻ്റെ പേര് മിനി ജോണി. ഞാൻ പെരുമ്പാവൂരിന് അടുത്തുള്ള വായക്കരയുടെ ദേശത്ത് നിന്ന് വന്നു. എനിക്ക് ഭർത്താവും ഒരു കുഞ്ഞുമുണ്ട്. ഞാൻ 12 വർഷക്കാലമായി സോറിയാസിസ് എന്ന മാരക രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മരുന്നുകളേറെ കഴിച്ചിട്ടും എനിക്ക് സൗഖ്യം കിട്ടിയില്ല. താൽക്കാലികമായ ഒരു സൗഖ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ 10-20 ദിവസങ്ങൾക്ക് മുമ്പ് പനി വന്ന് വീണ്ടും ശരീരം പൊട്ടി വ്രണപ്പെട്ട് മരിക്കാവുന്ന ഒരവസ്ഥയിലാണ് എൻ്റെ കർത്താവ് സാറിൻ്റെ അടുത്ത് എന്നെ ഒന്ന് എത്തിച്ചത്. അതെ, കുഞ്ഞിൻ്റെ പേരെന്താണ്? മിനി. മിനിയുടെ വീട് എവിടെയാണ്? പെരുമ്പാവൂര്. മിനി എന്ത് ചെയ്യുന്നു? ടൈലറിംഗ് സെന്ററിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? കല്യാണമൊക്കെ കഴിച്ചില്ലേ? ഭർത്താവിൻ്റെ പേരെന്താ? ജോണി. മക്കൾ എത്ര പേരാ ഉള്ളത്? ഒരു മോൻ. ഇതിപ്പോൾ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇങ്ങോട്ട് വെച്ച് കൈ. ഇത് മേജർ സെറ്റ് സോറിയാസിസ് ആണ് ഈ രോഗം. ദേഹം മുഴുവനുണ്ട്. ഒന്ന് നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ദേഹം മുഴുവനും ചൊറിഞ്ഞു പൊട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊരിക്കലും മാറുകയില്ലെന്നാണ് സാത്താൻ പറയുന്നത്. ഡോക്ടർമാർക്ക് ഇതിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. യേശുവിന് മാത്രമേ ഇത് സുഖപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ മോൾ അതുകൊണ്ട് പൂർണ്ണമായി യേശുവിലേക്ക് അടുത്താൽ ഈ കാര്യമൊക്കെ ആവും. എല്ലാം ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ പാവപ്പെട്ട മിനിക്കുട്ടിയുടെ അവസ്ഥ കണ്ടില്ലേ? എൻ്റെ കർത്താവ് രക്ഷിക്കണം പറഞ്ഞു ഓടി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതോ ഭൂതപ്രേത പിശാചുക്കൾ ഒന്നിച്ചു വന്ന് പാവം കുട്ടിയുടെ ദേഹം മുഴുവൻ ത്വക്ക് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. കർത്താവെ, നീ കടന്നു വരിക. ഹല്ലേലൂയ. നിന്റെ നാമത്തിൽ ഇവരുടെ തലമുറയുടെ പാപങ്ങൾക്കടിയിൽ മാപ്പ് ചോദിക്കുന്നു. അതേ യേശു ക്രിസ്തുവേ, ഈ മകളുടെ തലമുറയുടെ പാപങ്ങൾക്ക് അടിയിൽ മാപ്പ് അപേക്ഷിക്കുന്നു. ദൈവമേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ പൊന്നു നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, ചൊറിയും ചിരങ്ങും ബന്ധനങ്ങളും എല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം 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 സ്തോത്രം. ഇവരുടെ കുട്ടിക്കാലം മുതൽ സംഭവിച്ചിട്ടുള്ള പാപങ്ങളെല്ലാം ക്ഷമിക്കുന്ന യേശുവാണ്. കുറ്റങ്ങളെല്ലാം ക്ഷമിക്കുന്ന യേശുവാണ്. ബിംബാരാധനയുടെ ബന്ധനങ്ങളെല്ലാം മാറ്റുന്ന യേശുവാണ്. നീ പോൻ, നീ ഇവിടെ വിട്ടു പോവുക. യേശുവിൻ്റെ നാമത്തിൽ നിത്യപിതാവിനോട് പ്രാർത്ഥിക്കുന്നു. സാത്താനോട് കൽപ്പിക്കുന്നു, ഈ മകൾ സുഖപ്പെടട്ടെ, നീ വിട്ടു പോവുക. ഓക്കെ ആയി. 15 ദിവസം കൊണ്ട് നല്ലൊരവസ്ഥയിലേക്ക് വരും. നിങ്ങൾ എന്നെ കണ്ടല്ലോ. ആ അവസ്ഥയിൽ നിന്ന് എനിക്ക് ഇത്രത്തോളം ജയം തന്ന എൻ്റെ കർത്താവിന് ഏറെ നന്ദി പറഞ്ഞാലും തീരില്ല. ഞാൻ അവിടെ വന്ന ആ സമയത്ത് എൻ്റെ മനസ്സ് ഞാൻ എൻ്റെ കർത്താവിലേക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ യേശുവേ, നീ അനുഗ്രഹിച്ചിട്ടല്ലാതെ